പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ കൂടി വരവനെ അനുഗ്രഹിക്കണം. ഓരോ ദിവസവും ഞങ്ങളുടെ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ജീവിത അനുഭവങ്ങളും നിന്റെ ദാനമാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഇന്നും ഞങ്ങളെ നീ കൂട്ടിവരുത്തി, ഞങ്ങളെ നീ ആക്കി ചേർത്തു. ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ പഠനങ്ങളെയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് നോക്കിക്കാണുന്നുവല്ലോ. ആവശ്യമായ കൃപകളും അനുഗ്രഹങ്ങളും നൽകണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരെയും തിരുസന്നിധിയിൽ തരും. എല്ലാവരെയും നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. രോഗത്തിൽ, ദുഃഖത്തിൽ, പ്രയാസത്തിൽ കഴിയുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ലോകമെമ്പാടും പ്രയാസം അനുഭവിക്കുന്നവരെയും കഷ്ടത അനുഭവിക്കുന്നവരെയും പട്ടിണിക്കാരെയും പ്രയാസക്കാരെയും എല്ലാം തിരുസന്നിധിയിൽ തരും. ഞങ്ങളെ നീ വഴി നടത്തുന്നത്, ഞങ്ങൾക്ക് ആവശ്യത്തിൽ അധികം നൽകുന്നത്, പങ്കിട്ട് ജീവിപ്പാനാണുള്ള കൃപ, ആ ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് തരുന്നതെല്ലാം ഞങ്ങളുടേതല്ല, മറ്റുള്ളവർക്ക് കൂടി ദാനം ചെയ്യുവാനാണെന്നുള്ള ബോധ്യത്തോടെ ജീവിപ്പാനും ലഭിക്കുന്ന നന്മകളെയും അനുഗ്രഹങ്ങളെയും താലന്തുകളെയും പങ്കിട്ട് ജീവിപ്പാനും ഞങ്ങളെ ഇടയാക്കണം. സകല നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണമേ. നിങ്ങൾ ദാനമായി നൽകിയിട്ടുള്ള കുടുംബം, മക്കൾ, ഇടവകൾ, സഭ, ദേശം, ഞങ്ങൾ പാർക്കുന്ന ഇടം, ഞങ്ങൾ വിട്ടുപോകുന്ന ഇടം, ഞങ്ങളുടെ സഹോദരങ്ങളും ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും എല്ലാവരും താമസിക്കുന്ന ഇടങ്ങളും അനുഗ്രഹീതമായി തീരുവാനിടയാകും. യുദ്ധങ്ങളും ക്ഷാമങ്ങളും പട്ടിണികളും പ്രയാസങ്ങളും എല്ലാം നീങ്ങി എല്ലാവർക്കും അവരവരുടെ അന്നന്നതേക്കുള്ള അപ്പം ലഭിപ്പാനുള്ള കൃപയും നൽകും. അക്രമങ്ങളെ അവിടുന്ന് തടയണമേ. പ്രയാസം അനുഭവിക്കുന്നവരെ അവിടുന്ന് കാക്കണമേ. നീ നൽകുന്ന കൃപകളെ നന്ദിയോടെ ഓർക്കും. നിങ്ങളെ വാങ്ങിപ്പോരെ അബ്രഹാമെ പോലെ വസിപ്പിക്കണമേ. രണ്ടാമത്തെ വരവെങ്കിലും ഒരുമിച്ച് കാണുവാനിടയാകും. നിങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എന്നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ദൈവത്തിന്റെ അതിധന്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിക്കും ആദരണീയരായ വൈദിക ശ്രേഷ്ഠർക്കും കൊച്ചമ്മമാർക്കും മർത്തമറിയം സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മക്കൾക്കും കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം പറയും. ഒപ്പം എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. വലിയ നോമ്പെന്ന തീർത്ഥാടനത്തിലേക്ക് കരുതലോടെ നാം ചുവട് വെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. 3 നോമ്പില് നമുക്ക് തുടർച്ചയായി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വലിയ നോമ്പിലേക്ക് കടക്കുവാനും അത് ശ്രദ്ധയോടെ ചെയ്യുവാനും നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമുക്ക് ഈ ദിവസം ഡിട്രോയിറ്റ് റീജിയൻ ആണ് പ്രാർത്ഥന നയിക്കുന്നത്. ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചനെയും ഷോണച്ചനെയും PC ജോർജച്ചൻ, ജെറി ജോണച്ചൻ, ജെയിംസ് ചെറിയാനച്ചൻ, നമ്മുടെ റീജിയണൽ സെക്രട്ടറി ആയിരിക്കുന്ന ലിനി കൊച്ചമ്മ, ഇന്ന് ധ്യാന പ്രസംഗം നടത്തുന്ന ജോളി ജോസ്, എല്ലാ ദൈവാലയങ്ങൾ, വൈദിക ശ്രേഷ്ഠർ, എല്ലാ പാത്മറി സമാജം ഭാരവാഹികൾ, 2009 മുതലുള്ള ഭാരവാഹികൾ, ഇപ്പോൾ പുതുതായി ചാർജ് എടുത്തതും കഴിഞ്ഞ ദിവസം അവരിലേക്ക് ചാർജ് കൊടുത്തതും എല്ലാ പ്രവർത്തകരെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് സമർപ്പിക്കുന്നു. ഇപ്പോൾ ബൈബിൾ വായിച്ച റീമയെയും സാറമ്മയോ അന്നമ്മയും നന്ദിയോടെ സ്മരിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട ബെൻസി മാത്യു ഒരു പാട്ട് പാടുന്നതോടെ നമ്മുടെ പ്രാർത്ഥന തുടരുന്നതായിരിക്കും. കേൾക്കാമോ? കേൾക്കാമല്ലോ. ഓക്കെ. എലിസബത്ത് ആൻറ്റി ഓർമ്മിപ്പിച്ചതുപോലെ കമ്മിങ് അപ്പ് ഈ സൺഡേയിൽ സകല വാങ്ങിപ്പോയർക്കും വേണ്ടിയുള്ള ഓർമ്മയാണ്. അപ്പം അതിനുചിതമായ ഒരു പാട്ടാണെന്ന് വിചാരിച്ചുകൊണ്ട് കർത്തൃക്കാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ എന്നുള്ള പാട്ട് പാടും. കർത്തൃക്കാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനാൾ പാർത്തലേ രക്ഷാപ്പെട്ടോരക്കേറെ കൂടി ആകാശേ പേർ വിളിക്കുന്നേരം കാണുമെൻ പേരും പേർ വിളിക്കുന്നേരം കാണും പേർ വിളിക്കുന്നേരം പേർ വിളിക്കുന്നേരം കാണും പേർ വിളിക്കുന്നേരം കാണും
എൻ പേരും. ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധാരിപ്പാനുയർത്തുതായി. ഭക്തർ ഭാവനീ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കുന്നേരം കാണും എൻ പേരും. പേർ വിളിക്കുന്നേരം കാണും, പേർ വിളിക്കുന്നേരം കാണും, പേർ വിളിക്കുന്നേരം കാണും, പേർ വിളിക്കുന്നേരം കാണും എൻ പേരും. കർത്തൻ പേർക്കുരാപ്പകേലധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിടട്ടെ തൻ സ്നേഹത്തിൽ. പാർത്തലത്തിൽ എൻ്റെ വേല തീർത്തി ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കുന്നേരം കാണും എൻ പേരും. പേർ വിളിക്കുന്നേരം കാണും, പേർ വിളിക്കുന്നേരം കാണും, പേർ വിളിക്കുന്നേരം കാണും, പേർ വിളിക്കുന്നേരം കാണും എൻ പേരും. പ്രിയപ്പെട്ട ബെൻസി മാത്യുവിനെയും കുടുംബത്തിനെയും പ്രാർത്ഥനയെ സമർപ്പിച്ചുകൊണ്ട് സകല വാങ്ങിപ്പോയവരുടെയും ഓർത്ത് പ്രാർത്ഥിച്ചു. കുടുംബത്തില് സാറാമസ് കറിയ, ഈശോ ഉലകന്നാൻ രണ്ടുപേരും അവരുടെ കുടുംബത്തിൽ നിന്ന് ദേവസന്നിധിയിലേക്ക് യാത്രയായി അവരെയും കൂടി പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും വാങ്ങിപ്പോയ എല്ലാ പ്രിയപ്പെട്ടവരുടെയും ആത്മാക്കളെ ദേവസന്നിധി സമർപ്പിക്കുന്നു. ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ നമുക്ക് വേദപുസ്തകം വായിക്കുന്ന സമയമാണ്. വേദപുസ്തകം എല്ലാവരും ഒരുപോലെ എടുത്തു വെച്ച് തുറന്നു വെച്ച് പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ. പ്രിയപ്പെട്ട നെറ്റി ജോർജ് ആണ് വായിക്കുന്നത്. 1 കൊരിന്ത്യർ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 6 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 3, 6 മുതൽ 21 വരെ. കേൾക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 6 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 6 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ബാർക്കിമോർ. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാകുന്നത് ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തനും താൻ തന്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗ്രഹനിർമ്മാണം. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. ഓരോരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തനും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആർക്കും പൊന്നും വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാകും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഓരോരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നുവല്ലോ. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. താൻ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് ഭോക്ഷനായി തീരട്ടെ. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോക്ഷമത്രേ. അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു എന്ന് കർത്താവ് ജ്ഞാനികളുടെ വിചാരം വ്യർത്ഥം എന്നറിയുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്, സകലവും നിങ്ങൾക്കുള്ളതല്ലോ. ബാർക്കിമോർ. നെറ്റിയെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ബഹുമാനപ്പെട്ട അച്ഛൻ കൗമ ചൊല്ലണമേ. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളാ ഞങ്ങളുടെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഇനിയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. എന്റെ ഗർഭഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ബാറക്കുമോർ. എന്റെ സൃഷ്ടാവേ, നിന്റെ ദൈവത്വത്തിന്റെ ധാരാളമായ കരുണകളാൽ കൃപയോടെ എന്നെ രക്ഷിക്കണമേ എന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. നിന്റെ കൃപയിലും കരുണയിലും അല്ലാതെ എനിക്ക് വേറെ ശരണവും ആശ്രയവുമില്ല. കർത്താവായ യേശുമിശിഹാ, സങ്കടകരമായ കണ്ണുനീരോടുകൂടി നിന്റെ ദൈവത്വത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വർണ്ണിക്കപ്പെടാവതല്ലാതെ നിന്റെ ആർദ്ര കരുണകളാൽ എന്റെ ജീവകാലമൊക്കെയും എന്റെ ബലഹീനതയ്ക്ക് നീ സഹായിക്കണമേ. അശുദ്ധ പിശാചുക്കളുടെ വഷളത്വത്തിൽ നിന്ന് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. നിന്റെ കൃപയാൽ എന്റെ സർവ്വകുറ്റങ്ങൾക്കും പാപങ്ങൾക്കും അകൃത്യങ്ങൾക്കും നിന്റെ സന്നിധിയിൽ നിന്ന് മോചനം നൽകണമേ. ദീർഘക്ഷമയുള്ളവനും കൃപയും സത്യവും വളരെയുള്ളവനുമായ ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിക്കുന്ന സമയത്ത് എന്റെ ബലഹീനതയിലേക്ക് നീ തിരിഞ്ഞു നോക്കണമേ. കർത്താവെ, നിന്റെ കരുണയാൽ എന്റെ ബലഹീനതയെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു എന്ന പിശാചുക്കൾ കണ്ട് ലജ്ജിപ്പാനും നിന്റെ പരിശുദ്ധ തിരുനാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തുവാനുമായിട്ട് നിന്റെ കൃപയാൽ കരുണയോടുകൂടിയ നല്ല അടയാളം എന്നിൽ സ്ഥാപിക്കണമേ. ആമീൻ. ബഹുമാനപ്പെട്ട അച്ഛനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരും. പ്രിയപ്പെട്ട ഗ്രേസി വർഗീസ് ആണ് പാട്ട് പാടുന്നത്. എനിക്ക് കേൾക്കാമോ? കേൾക്കാമല്ലോ. ഓക്കെ, സോറി, എന്റെ സ്വരം ഒന്ന് അത്ര ക്ലിയർ അല്ല, എന്നാലും ഐ വിൽ ട്രൈ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തുതോർത്തു പോകുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. മെഴുതിരി നാളം തെളിയുമ്പോൾ നീ എന്നാത്മാവിൽ പ്രകാശമായി, ഇരുളല മൂടും ഹൃദയത്തിൽ നിന്റെ തിരുവചനം ദീപ്തിയായി, കാൽവരിക്കുന്നൻ മനസ്സിൽ കാണുന്നിന്നു ഞാൻ ക്രൂശിന്റെ ശിഖരം
ഓർത്തു പാടും ഞാൻ. ഓ എൻ്റെ ദൈവമേ, പ്രാണന്റെ ഗേഹമേ, നിന്നിൽ മറയട്ടെ ഞാൻ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. എന്റെ സങ്കടത്തിൽ പങ്കുചേരും ദൈവം ആശ്വാസം പകർന്നിടും. എന്നിൽ സന്തോഷത്തിൻ വേളയേകും എന്നും എന്നും നന്മയേകിടും. പിഴവുകളേറ്റു ചെന്നാൽ ക്ഷമയരുളും തിരുഹൃദയം എനിക്കായി തുറന്നു തരും. ഓ എൻ്റെ ദൈവമേ, ജീവന്റെ മാർഗമേ, നിന്നോടു ചേരട്ടെ ഞാൻ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോവുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഗ്രേസിയെയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല നാം സമ്മതിക്കുകയും ചെയ്യുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ധ്യാന പ്രസംഗമാണ്. ബഹുമാനപ്പെട്ട എബി അച്ഛൻ, പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ജോളി ജോസ് ഇവിടെ ധ്യാന പ്രസംഗം ചെയ്യുന്ന പ്രിയപ്പെട്ട ജോളി ജോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഏറ്റവും പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ. നമ്മൾ വചനം പറയുന്ന ആളും വചനം ശ്രവിക്കുന്നവരും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടേണ്ടതാകുന്നു. വചനം ജീവിതത്തിൽ പ്രമാണിക്കപ്പെടേണ്ടതുമാകുന്നു. കേൾക്കുന്നവർക്കും ലോകമെമ്പാടുമുള്ളവർക്കും അത് അനുഗ്രഹവും സൗഖ്യവുമാകുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥനയോടെ ഇരിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കും. ബഹുമാനപ്പെട്ട അച്ഛൻ പ്രിയപ്പെട്ട ജോലിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. Glory be to the Father, Son, and the Holy Spirit. ഏറ്റവും അധികം നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ജനറേഷൻ ഗ്യാപ്പ് എന്നൊരു വാക്കാണ്. ജനറേഷൻ ഗ്യാപ്പ്, തലമുറകൾ തമ്മിലുള്ള അന്തരം. അത് പലപ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് വീടുകളിലും ഇടവകകളിലും സമൂഹത്തിലും എല്ലാം നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ജനറേഷൻ ഗ്യാപ്പ്. അതിനോട് ചേർന്ന ഒരു വാക്കാണ് റിലേഷൻഷിപ്പ് എന്ന് പറയും. ബന്ധങ്ങൾ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, റിലേഷൻഷിപ്പ് cannot be taught like a technique. There are no simple steps for relationships. Just make a relationship and maintain it എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ടെക്നിക്കുകളൊന്നുമില്ല. We cannot say by step we can make a relationship with our father, with our brothers, with our friends. We cannot do that. അപ്പൊ നമുക്കൊരിക്കലും അങ്ങനെ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. Why this generation gap comes? എന്തുകൊണ്ടാണ് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാകുന്നത്? We have two words called empathy and sensitivity. എംപതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എംപതി, സിംപതി, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഒരുപാടുണ്ട്. പ്രായമായ ആളുകൾ അവരുടെ ലോകത്താണ് ജീവിക്കുന്നത്. അത് മനസ്സിലാക്കാൻ ചെറുപ്പത്തിലുള്ള ആളുകൾക്ക് സാധ്യമല്ല. കാരണം ഉദാഹരണം പറ, ഫോർ എക്സാമ്പിൾ,
നമ്മൾ വീട്ടിൽ ചെറുപ്പക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളായിട്ടുള്ള ആളുകൾ നല്ല ശബ്ദത്തിൽ പാട്ട് വയ്ക്കും. അപ്പൊ പ്രായമുള്ള ആളുകൾ പറയും ഓഫ് ചെയ്യാൻ പറയും. The enjoyment of the youth becomes a disturbance to the old people. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ കാരണവും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. ഒരാൾക്ക് മറ്റൊരാളുടെ we cannot get into one's shoes. അതാണ് നമ്മുടെ പ്രശ്നം. We cannot get beyond the eyeball of another one. ഒരാളുടെ കണ്ണിന്റെ കൃഷ്ണമണിയുടെ പുറകിൽ നിന്ന് നോക്കാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും റിലേഷൻഷിപ്സിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളെ നിലനിർത്തണമെങ്കിൽ we have to be flexible to something. ചില കാര്യങ്ങളോട് ഇറിറ്റേഷൻ ഇല്ലാതെ സഹിഷ്ണുതയോടെ അതിനെ കാണാൻ നമുക്ക് കഴിയുമെങ്കിൽ ബന്ധങ്ങൾ നിലനിർത്താൻ നമുക്ക് കഴിയും. അതുകൊണ്ട് എപ്പോഴും മറ്റൊരാളെ നമ്മൾ കാണുന്നതിനും മറ്റുള്ളവരെ ബന്ധങ്ങൾ നിലനിർത്തുന്നതിനും get beyond the eyeballs of others. അവരുടെ വീക്ഷണകോണിലൂടെ നമ്മളൊരു കാര്യം കണ്ടാൽ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, ചൈൽഡ് ആൻഡ് യൂത്ത് ആർ മൾട്ടി ടാസ്കിങ്. അവർക്ക് ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അവർക്ക് പാട്ട് കേൾക്കാൻ സാധിക്കും, ആ കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കും, ആ കൂട്ടത്തിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ കുറച്ചുകൂടി നമ്മൾ പ്രായമായി കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിൽ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കാതെ ഇത് രണ്ടും പ്രായമായ മാതാപിതാക്കൾ പലപ്പോഴും വീട്ടിൽ അധികപ്പറ്റാകുന്നതിന്റെ കാരണവും ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും അവരുടേതായ ഒരു കാഴ്ചപ്പാടിൽ അവരെ കാണാൻ ശ്രമിക്കുന്ന ഒരു ലോകം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെങ്കിൽ ബന്ധങ്ങളെ നിലനിർത്താൻ നമുക്ക് കഴിയും എന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് പ്രിയപ്പെട്ട ജോളി. ഷീസ് ഫ്രം ഡിട്രോയിറ്റ്. എനിക്ക് വ്യക്തിപരമായ ബന്ധമൊന്നും ഇല്ല എങ്കിലും ഞാൻ മറ്റുള്ളവരിൽ നിന്ന് മനസ്സിലാക്കിയത് she is a member of our Wednesday prayer from the starting of the prayer. എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ആ ഒരു ബൈബിൾ റീഡിംഗ് എഫേർട്ടിൽ പ്രിയപ്പെട്ട ജോളി അതിനോടൊപ്പം തന്നെ ചേർന്ന് പോകുന്ന ഒരാളാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അതുപോലെ സ്നേഹത്തോടെ ഇടപെടുകയും ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കാം എന്ന് സമ്മതിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട ജോളിയെ വളരെ സ്നേഹത്തോടെ സൗത്ത് വെസ്റ്റ് അമേരിക്കൻ MMBS ഡയസിസിന്റെ പേരിലുള്ള സ്വാഗതവും സ്നേഹവും നന്ദിയും ഒക്കെ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനങ്ങൾ നമുക്ക് പകർന്നു തരുവാൻ ദൈവം ശക്തി കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ വചനഘോഷണത്തിനായിട്ട് ക്ഷണിക്കുകയും ചെയ്യും. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛ. ത്രിയേക ദൈവത്തിന് സ്തുതി. MMBSന്റെ പ്രസിഡന്റ് അഭിമന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനി, വൈസ് പ്രസിഡന്റ് വന്യ AB എബ്രഹാം അച്ഛൻ, സന്നിഹിതരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട കൊച്ചമ്മമാരെ, ജനറൽ സെക്രട്ടറി മിസ്സസ് ഷിനി കുര്യൻ, ട്രഷറർ മിസ്സസ് ഷീന പുന്നൂസ്, പ്രയർ കോർഡിനേറ്റർ ഡോക്ടർ എലിസബeth തരകൻ, ഡിട്രോയിറ്റ് റീജിയണൽ സെക്രട്ടറി ലിനി കൊച്ചമ്മ, സന്നിഹിതരായിരിക്കുന്ന സഹോദരിമാരെ, സഹോദരരെ, സ്നേഹ വന്ദനം. നിനുവ നോമ്പ് കഴിഞ്ഞു. പരിശുദ്ധ 50 നോമ്പിലേക്ക് പ്രവേശിപ്പാൻ 9 ദിവസം മാത്രം. പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ച ആപ്തവാക്യം, പ്രാർത്ഥന ദൈവത്തോടെ നടന്നടുക്കുമ്പോൾ നോമ്പും ഉപവാസവും ദൈവത്തോടെ പറന്നടുക്കുന്നു.
കർത്താവായ യേശു ക്രിസ്തു ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമ്മുടെ മധ്യത്തിൽ ഉള്ളത് കൊണ്ടാണല്ലോ നാം ഈ പ്രയർ സൂമിലേക്ക് വന്നിരിക്കുന്നത്. ഓരോ വർഷവും നോമ്പുകൾ അനുഷ്ഠിക്കുന്നതും യേശു ക്രിസ്തുവിൻ്റെ ഈ ക്രൂശ് മരണം ആണ് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ അളവുകോൽ. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ഉത്ഥാനം അതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറ ശക്തി കേന്ദ്രം. ചരിത്രം തന്നെ മാറ്റി എഴുതി AD എന്നും BC എന്നും. ക്രിസ്ത്യാനികൾക്ക് സൺഡേ വിശുദ്ധ ദിവസമായി ആരാധനാ ദിവസമായി മാറി. യേശുവിന്റെ പുനരുത്ഥാനം നമ്മുടെയും പുനരുത്ഥാനത്തിന്റെ അച്ചാരമാണ്. ഉത്ഥിതനായ യേശു ക്രിസ്തു നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം സമാധാനമാണ്. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷാകാലം യേശുവിനെ അനുഗമിച്ച ഒരു പറ്റം സ്ത്രീകൾ, ശുശ്രൂഷ ചെയ്തവർ, കാൽവറിയിലേക്കുള്ള ക്രൂശും വഹിച്ച യാത്രയിലും അനുഗമിച്ചവർ, കല്ലറയിലെ സംസ്കാരം കണ്ടവർ, മഹനീയമായ ഉത്ഥാനത്തിന് സാക്ഷ്യം ലഭിപ്പാൻ ഭാഗ്യം ലഭിച്ചവർ, ആ പാദത്തിൽ പ്രണമിക്കുവാൻ ഭാഗ്യം ലഭിച്ചവർ, ആ മഹനീയ സ്ത്രീരത്നങ്ങളെ നമുക്കൊന്ന് ഓർമ്മിക്കാം, അനുകരിക്കാം. യേശു ക്രിസ്തു ഓരോ സ്ത്രീയെയും വിലപ്പെട്ട വ്യക്തിത്വങ്ങളായി അംഗീകരിച്ചിരുന്നു. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 8:1-3. അനന്തരം ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. അവനോടുകൂടെ 12 അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരി മറിയയും ഹേരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നെയും സൂസന്നെയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു. ഇതിൽ പേര് പറയാത്ത ചില സ്ത്രീകളും ഉണ്ടായിരുന്നു. വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയസ്തൻ ഒരു വൈദ്യനുമായിരുന്നു. എല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചിട്ടാണ് എഴുതുകയെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട യേശുവിനെ സുഗന്ധലേപനം ചെയ്യാൻ കല്ലറയിൽ പോയ ആ സ്ത്രീകൾ, വരും വരായികളെ കണക്കിലെടുക്കാതെ യേശുവിന്റെ കല്ലറയിലേക്ക് പോയ ആ സ്ത്രീകൾ, അവരുടെ ആഴമായ സ്നേഹം ഭയത്തിനപ്പുറമായിരുന്നു. പാഷനേറ്റ് ലവ്, അഗാധമായ ആരാധന. 1 John chapter 4:18 പറയുന്നുണ്ട്, സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡന ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. പരിധികളെയും പരിമിതികളെയും അതിജീവിച്ച് അവർ ഇറങ്ങി പുറപ്പെട്ടു. 1, അവർ സ്ത്രീകളാണ്. 2, നല്ല ഇരുട്ട്. 3, പടയാളികളുടെ കാവൽ. 4, വലിയ കല്ല് ആര് ഉരുട്ടി മാറ്റും എന്ന സന്ദേഹം. ഈ രൂപങ്ങളിലല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിലും സമാനമായ പ്രതിബന്ധങ്ങളെ നാമും അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ മാനുഷിക പരിമിതികളെ മാറ്റുന്ന, അല്ലെങ്കിൽ ആ പരിധികളെ മാറ്റുന്ന ദൈവത്തിന്റെ നടത്തിപ്പുകൾ അനുഭവിച്ചവരാണ് നാം ഓരോരുത്തരെങ്കിലും. നാമും പലപ്പോഴും ഇതേ ക്വസ്റ്റ്യൻസ് ഉരുവിട്ടിട്ടുള്ളവരാകാം. യേശുവിന്റെ കല്ലറയിലേക്ക് പോയ ആ സ്ത്രീകളെ ബൈബിളിൽ ചിത്രീകരിച്ചിരിക്കുന്ന ആ ബൈബിളിലെ ഭാഗം ഒന്ന് പറയാം. സെയിന്റ് മാർക്ക് ചാപ്റ്റർ 16:1. ശാബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമിയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 24:10. മഗ്ദലക്കാരി മറിയ, യോഹന്ന, യാക്കോബിന്റെ അമ്മ മറിയ എന്നിവർ തന്നെ. സെയിന്റ് മാത്യു 28:1. ശാബത്ത് കഴിഞ്ഞ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ വന്നു. സെയിന്റ് ജോൺ ചാപ്റ്റർ 21. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്ക് ചെന്നു. കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. സെയിന്റ് മാർക്ക് ചാപ്റ്റർ 16:9. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലന മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി. സെയിന്റ് മാർക്ക് ആൻഡ് സെയിന്റ് ജോൺ ഒരുപോലെ വിളിച്ചു പറഞ്ഞ സത്യം എന്നെ ഏറെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്.
അറിവിലും വെളിപ്പാടുകളും അഗ്രഗണ്യനായ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യൻ 15:5-8 വരെ കർത്താവിന്റെ ഉത്ഥാനത്തെ പറ്റി പറയുമ്പോൾ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും 12 പ്രത്യക്ഷനായി, 500-ലധികം സഹോദരന്മാർക്ക് പ്രത്യക്ഷനായി, യാക്കോബിനും അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഈ മഗ്ദലക്കാരി മറിയെ അവഗണിച്ചതോ അതോ അത് ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ? എന്നാൽ സ്ത്രീ ആയതുകൊണ്ടെന്ന് പറയാനൊക്കത്തില്ല. ഓൾഡ് ടെസ്റ്റമെന്റിൽ ഇസ്രയേലിനെ 40 വർഷക്കാലം ന്യായപാലനം ചെയ്ത ദെബോറ എന്ന ന്യായപാലകയെ നമുക്ക് ഓർക്കുന്നില്ലയോ? അത് നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുന്നു. ആക്ട്സ് 1:14 ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഈ ഭാഗത്തിന് ശേഷം ബൈബിളിൽ ഇവരെ ഒരിടത്തും പ്രതിപാദിക്കുന്നതായി കാണുന്നില്ല. എന്നാൽ നമുക്ക് ഈ കല്ലറയിലേക്ക് പോയ സ്ത്രീകളുടെ ആ ഡിസ്ക്രിപ്ഷൻ കേട്ടപ്പോൾ ഈ 4 സുവിശേഷകരും പറയുന്നത് പല രീതിയിലെങ്കിലും നമുക്ക് മനസ്സിലാക്കാം ഈ സ്ത്രീകൾ മഗ്ദല മറിയത്തിന്റെ നേതൃത്വത്തിൽ പോയെന്ന് ധരിക്കാം. വിശുദ്ധ ബൈബിളിൽ ന്യൂ ടെസ്റ്റമെന്റിൽ 7 മറിയമാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 1 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അമ്മ പരിശുദ്ധ കന്യക മറിയം, സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 1:27, സെയിന്റ് മാത്യു 1:16-18 ഇതാണ് ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഭാഗം. 2 ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയ, സെയിന്റ് ജോൺ ചാപ്റ്റർ 19:25. 3 യാക്കോബിന്റെയും യോസയുടെയും അമ്മ മറിയ, സെയിന്റ് മാത്യു ചാപ്റ്റർ 27:56. 4 മർക്കോസ് എന്ന യോഹന്നാന്റെ അമ്മ മറിയ, ആക്ട്സ് ഓഫ് അപ്പോസ്തലൻ 12:12. 5 ബഥാനിയയിലെ മറിയ, സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 10:39. 6 റോമിലെ മറിയ, റോമൻസ് 16:6. 7 മഗ്ദലക്കാരി മറിയ, സെയിന്റ് ജോൺ ചാപ്റ്റർ 19:25. നാം ഇന്ന് ചിന്തിക്കുന്നത് മഗ്ദല മറിയത്തെ കുറിച്ചാണ്. ന്യൂ ടെസ്റ്റമെന്റിൽ 3 സുവിശേഷങ്ങളിലും മഗ്ദല മറിയത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്, കുറഞ്ഞത് 12 പ്രാവശ്യമെങ്കിലും. ഹോളി ലാൻഡ് ടൂർ നടത്തിയിട്ടുള്ളവര് ഈ മഗ്ദല എന്ന സ്ഥലം കണ്ടു കാണുമല്ലോ. ഗലീലയിലെ തീരപ്രദേശമാണിത്. കഫർനോം, നസ്രത്ത്, കാന എന്നീ സ്ഥലങ്ങളെല്ലാം ഇതിന് സമീപമാണ്. മഗ്ദല എന്ന സ്ഥലത്ത് ജനിച്ചവളായതുകൊണ്ടാവണം മഗ്ദല മറിയം എന്ന പേരിനാല് ഈ മറിയം അറിയപ്പെട്ടത്. ധനാഢ്യ കുടുംബത്തിൽ ജനിച്ചവളെങ്കിലും കഠിനമായ 7 ഭൂതങ്ങളാല് ബാധിതയായിരുന്നു. യേശു മനസ്സലിഞ്ഞ് അവളെ സുഖപ്പെടുത്തി സൗഖ്യമായവൾ അർപ്പണബോധമുള്ള യേശുവിന്റെ അനുഗാമികളിൽ ഒരാളായി തീർന്നു. ശിഷ്ടായുസ് യേശുവിനായി സമർപ്പിച്ചു. ഉപകാരങ്ങൾ മറക്കാത്ത മഗ്ദല മറിയം. സങ്കീർത്തനം 116:12 പറയുന്നുണ്ട്, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? അതെ, അവളുടെ ശിഷ്ടായുസ് അവൾ സമർപ്പിച്ചു. 7 ഭൂതങ്ങൾ 7 രോഗലക്ഷണങ്ങളായിരിക്കാം. ബൈബിൾ പഠിതാക്കൾ പറയുന്നത് മരണകരമായ 7 പാപങ്ങൾ: നിഗളം, അത്യാഗ്രഹം, മോഹം, കോപം, അതിഭക്ഷണം, അസൂയ, അലസത. ജീവപ്രദമായ സൽഗുണങ്ങൾ വിനയം, ഔദാര്യം, ജിതേന്ദ്രിയത്വം, സൗമ്യത, മിതത്വം, സ്നേഹം, ജാഗ്രത എന്നിവ. മഗ്ദല മറിയത്തെ കുറിച്ച് പറയുമ്പോൾ ചില സവിശേഷതകൾ. ഒന്നാമതായി, സ്ത്രീകളിൽ പ്രധാനിയായി മഗ്ദല മറിയമിനെ പറയുന്നു. ശിഷ്യന്മാർ സ്നേഹിച്ചതിൽ അധികമായി യേശുവിനെ സ്നേഹിച്ചത് ഈ മഗ്ദല മറിയമാണ്. ശിഷ്യനായ യൂദാ ഇസ്കരിയോത്ത യേശുവിന്റെ കൂടി പണം മാറ്റുമ്പോൾ ഫൈനാൻഷ്യലി അവൾ യേശുവിനെ സപ്പോർട്ട് ചെയ്തു. 3 സുവിശേഷ യാത്രയിലെ സഹയാത്രികയായിരുന്നു. 4 വിറ്റ്നസ് അറ്റ് ദ ക്രൂസിഫിക്ഷൻ ആൻഡ് ദ റിസറക്ഷൻ. 5 ഫസ്റ്റ് വിറ്റ്നസ് ഓഫ് റിസറക്ഷൻ, അപ്പോസ്തലൻ ഓഫ് അപ്പോസ്തലൻ. നാം ഓർമ്മിക്കുന്നത് നമ്മുടെ ഉയർപ്പ് പെരുന്നാൾ പ്രദക്ഷിണത്തിന് പാടുന്ന പാട്ട്, ഓ മറിയാമേ ഞാൻ തോട്ടക്കാരൻ തന്നെ, ഞാൻ പറുദീസായെ സ്ഥാപിച്ചോൻ ശ്രേഷ്ഠൻ. രണ്ടാമതായിട്ട് പാരമ്പര്യമായിട്ട് നമ്മൾ ഓർക്കുന്ന ഒരു കാര്യമാണ്, വിശുദ്ധ മദ്ബഹായുടെ മറ തുറക്കുന്നത് തെക്ക് നിന്ന് വടക്കോട്ടാണ്.
മലങ്കര ക്രമത്തിലുള്ള എല്ലാ ചർച്ചിലും ലെഫ്റ്റ് സൈഡിൽ പുരുഷന്മാരും റൈറ്റ് സൈഡിൽ സ്ത്രീകളും. അപ്പൊ ഈ മഗ്ദല മറിയം പുനരുത്ഥാനത്തിന്റെ ആദ്യ സാക്ഷ്യം വഹിച്ചവളാകിയാല് സ്ത്രീകൾക്കാണ് സ്വർഗത്തിന്റെ പ്രതീകമായ വിശുദ്ധ മദ്ബഹായിലെ കർത്തൃ സാന്നിധ്യം ദർശിപ്പാൻ ഈ പാരമ്പര്യം. ഓശാന നാളിൽ ആർത്തു വിളിക്കുന്നവരിൽ നിന്നും അപ്പം വർദ്ധിക്കുമ്പോൾ ഓടിക്കൂടുന്നവരിൽ നിന്നും ഒരു കല്ലേറു ദൂരം മാറി നിൽക്കുകയും സഹനത്തിന്റെ കുരിശൻ ചുവട്ടിലും മരണത്തിന്റെ ഇരുൾ വീണ കല്ലറയ്ക്കലും തെല്ലും അകലാതെ നിന്നവൾ മഗ്ദല മറിയ. ചരിത്രത്തിൽ ഉടനീളം നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകളും കിംവദന്തികൾ, കവികളും നോവലിസ്റ്റ്, സിനിമകള് ഓരോരുത്തരും അവരുടെ ഭാവനയ്ക്ക് അനുസൃതമായി എഴുതി പ്രദർശിപ്പിച്ചു അവൾ ഒരു ഗണികയായിരുന്നെന്ന്. 4 സുവിശേഷങ്ങളിലും അതേപ്പറ്റി പറയുന്നില്ല. കല്ലെറിയാൻ കൊണ്ടുവന്ന വ്യഭിചാരിണിയും, നയീൻ പട്ടണത്തിലെ പാപിനിയായ സ്ത്രീയും, ശീമോന്റെ വീട്ടിൽ വെച്ച് തൈലം പൂശിയ ഒരു സ്ത്രീ, ബഥാനിയയിൽ ലാസറിന്റെ വീട്ടിൽ ലാസറിന്റെ സഹോദരി മറിയ, ഇതെല്ലാം ഒരാൾ ഈ മഗ്ദല മറിയമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 7:36-50 ഇവിടെ കാണുന്ന മഗ്ദല മറിയം, പാപിനിയായ മഗ്ദല മറിയം എന്ന് AD 591 ഗ്രിഗറി ഫസ്റ്റ് മാർപ്പാപ്പായും ശരിവെച്ചു എന്നാണ് പറയുന്നത്. പലരും ഇതേ അവകാശവാദം ആവർത്തിച്ചു. എന്നാൽ 1940കളിൽ കത്തോലിക്ക സഭ മഗ്ദല മറിയം ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് അല്ല, അല്ലെങ്കിൽ ഒരു ഗണിക അല്ലെന്ന നിലപാട് ഔദ്യോഗികമായി തിരുത്തി. പക്ഷേ ഇത് ഗവനിക്കാതാവണം മലയാളത്തിന്റെ മഹാകവി വള്ളത്തോളിന്റെ മഗ്ദല മറിയം എന്ന കാവ്യം. അതിന്റെ 2 ശീലുകൾ കേൾക്കുമ്പോൾ അറിയാം മഗ്ദല മറിയത്തെ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന്. പൊയ്ക്കൊള്ളുക പെൺകുഞ്ഞെ ദുഃഖം വെടിഞ്ഞു നീ, ഉൾക്കൊണ്ട വിശ്വാസം കാത്തു നിന്നെ, അപ്പപ്പോൾ പാതകം ചെയ്തതിനൊക്കെയും ഈ പശ്ചാത്താപമേ പ്രായശ്ചിത്തം. കൂടാതെ മഗ്ദല മറിയം യേശുമായി പ്രണയത്തിലായിരുന്നെന്ന ചിത്രീകരണങ്ങളാണല്ലോ 6-ാം തിരുമുറിവ്, ഹോളി ബ്ലഡ്, ദ ഡിവൈൻ ചീക്കോഡ് എന്ന ഫിക്ഷൻ കൃതികൾ, പലതരം മൂവികള്. യേശുവിനെ 4 കോടതികളിൽ വിസ്തരിച്ചിട്ടും തന്റെ സ്വകാര്യ ജീവിതത്തെ ആരും ഒരു കുറ്റവും പറഞ്ഞില്ല. യേശു യഹൂദ പ്രമാണികളോടും ജനത്തോടും ചോദിച്ച ചോദ്യമാണിത്. സെയിന്റ് ജോൺ ചാപ്റ്റർ 8:46 വിച്ച് ഓഫ് യു കൺവിക്സ് മീ ഓഫ് സിൻ? നിങ്ങളിൽ ആർക്കെന്നിൽ പാപം തെളിയിക്കാൻ കഴിയും? യേശുക്രിസ്തു മാത്രമാണ് പാപങ്ങളുടെ മേൽ ജയാളിയായവൻ. മഗ്ദല മറിയം നിർമ്മല സ്നേഹബന്ധങ്ങളുടെ ഇഴകളിൽ എവിടെയാണ് ഇവളെ കൊരുത്തിടേണ്ടത്? ശരീരം കൊണ്ടല്ലാതെ ആത്മാവ് കൊണ്ട് തിരിച്ചറിയാവുന്ന ബന്ധം, മരണത്തിനപ്പുറം സാധ്യമാകുന്ന ഒരു ആത്മബന്ധത്തിലേക്ക്, പരിശുദ്ധ സ്നേഹത്തിലേക്ക് അവളെ ഉയർത്തി. മഗ്ദല മറിയത്തിന്റെ അവസാന കാലഘട്ടം എങ്ങനെയായിരുന്നെന്ന് പല അഭിപ്രായങ്ങളുണ്ട്. യേശു കുരിശിൽ കിടന്നുകൊണ്ട് അമ്മ മറിയമ്മിനെ ശിഷ്യനായ യോഹന്നാനെ ഏൽപ്പിച്ചുവല്ലോ. അവർ പിന്നീട് എഫേസൂസിലായിരുന്നെന്നും അവരോടൊപ്പം ഈ മഗ്ദല മറിയമും ജീവിച്ചു, അവിടെ വെച്ച് മരിച്ചു എന്നുമാണ്. എന്നാൽ രണ്ടാമതൊരു കാര്യം, മഗ്ദല മറിയം ശിഷ്യരും ഫ്രാൻസിൽ പോയി മരണം വരെ സുവിശേഷം അറിയിച്ചു, അവിടെ വെച്ച് മരിച്ചു എന്നുമാണ്. ബൈസന്റൈൻ ചക്രവർത്തി ലിയോ 6-ാമിന്റെ കാലത്ത് മഗ്ദല മറിയത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിളിൽ കൊണ്ടുപോയി. റിലിക്സ് ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും കൊണ്ടുപോയി. AD 1279 ഡൊമിനിക്കൻ സന്യാസിമാർ ഈ മഗ്ദല മറിയത്തിന്റെ ഭൗതിക ശരീരം ഫ്രാൻസിലെ ഒരു ഗുഹയിൽ കാണപ്പെട്ടു. അവിടെ നിന്ന് ആ സ്കള് പ്രിസർവ് ചെയ്ത് ഇന്നും ഫ്രാൻസിലെ സെയിന്റ് മേരി മാഗ്ദലിൻ ബെസിലിക്കയിൽ സൂക്ഷിച്ചു വരുന്നു. ഈ മേരി മാഗ്ദലിൻ ടോംബ് ആൻഡ് ഈ ബെസിലിക്ക ഒരു വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. AD 591 ഈ മഗ്ദല മറിയമിനെ സെയിന്റ് മേരി മാഗ്ദലനായി ഗ്രിഗറി ഫസ്റ്റ് മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. അപ്പോസ്തോൽ ടു അപ്പോസ്തോൽ. ജൂലൈ 22 ഫീസ്റ്റ് ഡേ. ഈ USA-യിൽ 17 ചർച്ചസ് സെയിന്റ് മേരി മാഗ്ദലിന്റെ പേരിലുണ്ട്. പല രാജ്യങ്ങളിലും ധാരാളം ചർച്ചസ് സെയിന്റ് മേരി മാഗ്ദലിന്റെ പേരിലുണ്ട്. സെയിന്റായി കൺസിഡർ ചെയ്യുന്നത്
റോമൻ കാത്തലിക്സ്, ഈസ്റ്റേൺ ഓർത്തഡോക്സ്, ആംഗ്ലിക്കൻ ആൻഡ് ലൂതറൻ ചർച്ചസ് ആണ്. പ്രൊട്ടസ്റ്റന്റ് ചർച്ചസ് ഓണർ her as a heroine of the church, of the faith. Protestant churches. യേശു അവളോട് സെയിന്റ് ജോൺ ചാപ്റ്റർ 20:16 യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബോനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. സുപരിചിതമായ സ്വരം, തന്നെ സൗഖ്യമാക്കിയ ആ സ്നേഹമിശ്രണമായ ശബ്ദം കാതുകളിൽ മുഴങ്ങി. മറിയ ഗുരുവിനെ തൽക്ഷണം തിരിച്ചറിഞ്ഞു. ഗുരുവിനെ ഏറ്റവും ബഹുമാനത്തോടെ വിളിക്കുന്ന വിളി റബൂനി എന്നവൾ പ്രതിവചിച്ചു. ഉത്ഥിതനായ യേശുവിനെ കണ്ടു, ശബ്ദം കേട്ടു. റബി എന്ന് പറഞ്ഞ് ചുംബനത്താൽ യൂദാ ഇസ്കര്യോത്താവ് യേശുവിനെ ഒറ്റിക്കൊടുത്തപ്പോൾ ദൈവപുത്രനെ സ്നേഹസന്തോഷത്തിന്റെ മൂർധന്യാവസ്ഥയിൽ റബൂനി എന്ന് വിളിക്കുകയാണ്. ഒന്നോർത്തെ, ഈ മഗ്ദല മറിയം കല്ലറയ്ക്കിലേക്ക് സുഗന്ധലേപനം പൂശാനായി ചെന്ന് ശൂന്യമായി കല്ലറയെപ്പറ്റി ശിഷ്യരെ അറിയിക്കാനായി തിരികെ ഓടുന്നു. ശിഷ്യന്മാരോടൊപ്പം പിന്നെയും കല്ലറയിലേക്ക് ഓടുന്നു. ശൂന്യമായ ഈ കല്ലറ കണ്ട് സ്ഥിരീകരിച്ച് വിശുദ്ധ പത്രോസും വിശുദ്ധ യോഹന്നാനും തിരികെ പോയി. കാരണം അവർ പിടിക്കപ്പെടും, ശിക്ഷിക്കപ്പെടും എന്ന ഭീതിയായിരിക്കാം. മഗ്ദല മറിയം വീണ്ടും അവിടെ നിന്നു. ശിഷ്യന്മാർക്കുപരിയായ ധൈര്യം. തൻ്റെ ഗുരുവിൻ്റെ ഡെഡ് ബോഡിയിൽ സുഗന്ധലേപനം പൂശണം എന്ന സ്നേഹശാഠ്യം. കണ്ണീരോടെ നിന്ന മഗ്ദല മറിയെ കണ്ടില്ലെന്ന് നടിക്കാൻ സ്നേഹമാകുന്ന ദൈവപുത്രനെ കഴിഞ്ഞില്ല. ദൂതന്മാർ ചോദിച്ചു, സ്ത്രീയെ നീ എന്തിനു കരയുന്നു? ഉത്ഥാനം ചെയ്ത് യേശുവും ചോദിച്ചു, നീ എന്തിന് കരയുന്നു? പീലാത്തോസിന്റെ വിധിവാചകം മുതൽ കാൽവറിയിലേക്ക് ക്രൂശം വഹിച്ച യാത്രയിൽ തുടങ്ങിയ കരച്ചിലല്ലേ അവൾ? അവളെക്കാളധികം അവൾ യേശുവിനെ സ്നേഹിച്ചു. തനിക്ക് എന്ത് പറ്റുമെന്ന് അവൾ ചിന്തിച്ചില്ല. അതുകൊണ്ടാണല്ലോ തോട്ടക്കാരനെന്ന് കരുതി ഞാൻ അവളെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം, ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറയുന്ന അത് ഒരു ഡെഡ് ബോഡിയാണെന്ന് ഓർക്കണം. ഇതിനപ്പുറം എന്തൊരു സ്നേഹം! മറിയേ എന്ന വിളി, റബൂനി എന്ന പ്രത്യഭിവാദനം, കണ്ടു കേട്ടു. ആദ്യത്തെ ഉത്ഥാനം, അപ്പോസ്തോലിക ദൗത്യം, യേശു ക്രിസ്തുവിന്റെ ഉത്ഥാനം സഹോദരരെ അറിയിക്കാനുള്ള ചുമതല പറഞ്ഞ് ഏൽപ്പിക്കുന്നു. മേരി മഗ്ദലിൻ റിമെയിൻസ് ആസ് ദ ഇവാഞ്ചലിക്കൽ മിഷൻ ഓഫ് ഈച്ച് ഓഫ് us. മഗ്ദല മറിയം നമ്മുടെ ഓരോ ഭവനങ്ങളിലുള്ള അമ്മമാരുടെ സുവിശേഷ ദൗത്യത്തെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മഗ്ദല മറിയത്തിനെ ഉത്ഥാനം ചെയ്ത യേശുവിനെ ആദ്യമായി കാണാൻ കഴിഞ്ഞത്, തൻ്റെ പേര് ചൊല്ലി വിളിച്ച സ്വരം കേൾക്കാനും ഭാഗ്യം ലഭിച്ചത്, ഞാൻ ചിന്തിക്കുന്നു, ഒന്നാം പ്രമാണം അവൾ പാലിച്ചു. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിച്ചത് കൊണ്ടാവാം. രണ്ടാമതായി സങ്കീർത്തനം 34:18 പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. മൂന്നാമതായി സെയിന്റ് മാത്യു ചാപ്റ്റർ 5:8 യേശു തന്റെ ഗിരിപ്രഭാഷണത്തിൽ അഷ്ടസൗഭാഗ്യങ്ങളിൽ പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഒരിക്കൽ സുപ്രസിദ്ധനായ മൈക്കൽ ആഞ്ചലോ എന്ന ശില്പവിദഗ്ധൻ ഇറ്റലിയിലെ ഫ്ലോറൻസിൽ കൂടി നടക്കുമ്പോൾ വഴിയരികെ മണ്ണുകൊണ്ട് മൂടപ്പെട്ട് കിടന്നിരുന്ന ഒരു കരിങ്കൽ കഷണം വളരെ നേരെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ സ്നേഹിതൻ കണ്ടിട്ട്, മൈക്കിൾ, ഈ ചെളി പിടിച്ചു കിടക്കുന്ന കല്ല് ഇത്രമാത്രം സൂക്ഷിച്ചു നോക്കേണ്ടതിന്റെ ആവശ്യമെന്ത്? അതിനെ മൈക്കൽ ആഞ്ചലോ പറഞ്ഞത്, ചെളി പുരണ്ട കൽക്കഷണമോ, ഞാനൊരു ഏഞ്ചലിനെ അത്ര ഇതിൽ കാണുന്നത് എന്നായിരുന്നു. ഒടുവിൽ ഉളിയുടെ സഹായത്താൽ ഏഞ്ചലിന്റെ പ്രതിമ ആ കല്ലിൽ നിന്ന് സൃഷ്ടിച്ചു. നാം എത്ര നിസ്സാരരെങ്കിലും നികൃഷ്ടരെങ്കിലും നമ്മുടെ കർത്താവ് നമ്മിലെല്ലാവരിലും ദൈവത്തിന്റെ ഛായ സ്പഷ്ടമായി കാണുന്നുണ്ട്. എന്നാൽ നമ്മെ ഓരോരുത്തരെയും തന്റെ ശിക്ഷണം മൂലം പ്രയോജനമുള്ളവരാക്കി ദൈവരാജ്യ കെട്ടുപണിക്കായി ദൈവം ഉപയോഗിക്കും. Your identity comes from Jesus. He is the one who declares who
you truly are. He is the one who gives you new life and new name. May the Lord bless us all abundantly. Thank you so much. സുവിശേഷം അറിയിക്കുന്ന നമ്മുടെ ദൗത്യത്തെ സംബന്ധിച്ചാണ് എന്ന് നമ്മൾ കേട്ടത്. സ്പ്രെഡിങ് ദ ഗോസ്പൽ ഇസ് നോട്ട് എ സിമ്പിൾ തിങ്. നിസ്സാരമായി കാണുന്ന ഒന്നല്ല നമ്മൾ സുവിശേഷം അറിയിക്കുക എന്ന് പറയുന്നത്. സുവിശേഷം എന്ന് പറയുന്നത് നല്ല വിശേഷം എന്നാണ് പറയുന്നത്. നല്ല വിശേഷം, ഗുഡ് ന്യൂസ്. നമുക്കതിന് വലിയ ഉത്തരവാദിത്വം. നമ്മളിപ്പോ കേട്ടതുപോലെ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരാളാണ് മഗ്ദലന മറിയം. എന്നാൽ അപ്പുറത്ത് വിശുദ്ധിയുടെ ഒരു ചിത്രവും നമ്മൾ കാണുന്നു. ഇത് സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതാണ്. തെറ്റിദ്ധരിക്കപ്പെടുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ കാണുന്ന ഒന്നാണ്. എന്നാൽ സുവിശേഷം അറിയിക്കുക എന്നുള്ളത് നമ്മളെ എല്ലാവരും വാഴ്ത്തുമ്പോഴല്ല, നമ്മളെ എല്ലാവരും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് കൊള്ളാം നല്ലത് എന്ന് പറയുമ്പോൾ മാത്രമല്ല സുവിശേഷം. ജീവിതം സുവിശേഷമാക്കുകയും ആ ദൗത്യം ഏറ്റെടുക്കുകയും അതിനുവേണ്ടിയാണ് നമ്മളെല്ലാവരെയും വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ശ്ലീഹ പറയുന്നത്, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിക രാജകീയ പുരോഹിത വർഗവും. എല്ലാവർക്കും അവരവരുടേതായ പൗരോഹിത്യ നൽവരങ്ങളുണ്ട്. ആ നൽവരങ്ങളെ ശ്രേഷ്ഠമായി സൂക്ഷിക്കാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും കഴിയുന്ന ഒരു വിളി എല്ലാവരിലും ഉണ്ട്. അതുകൊണ്ട് ആ ദൈവവിളി എന്ന് പറയുന്നത് അത് വൈദികർക്ക് മാത്രമല്ല ദൈവവിളിയുള്ളത്. ദൈവവിളി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവരെയും ദൈവം വിളിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് ആ വിളി നമ്മൾ കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. സുവിശേഷം അറിയിക്കാൻ നമ്മൾ ശമരിയാക്കാരത്തി സ്ത്രീയെ കുറിച്ച് പറയാറുണ്ട്, ദ അപ്പോസിൽ ഓഫ് ദി അപ്പോസിൽസ്. എന്തുകൊണ്ട് അവരെ അങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഭൗതിക കുടമെറിഞ്ഞ് ആത്മീയതയിൽ ദൈവത്തെ കണ്ടെത്തി എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ അവൾ പട്ടണത്തിലേക്ക് പോയി അവരെ ആളുകളെ വിളിച്ചുകൊണ്ടുവന്നു, യേശുവിന്റെ അടുക്കലേക്ക് വിളിച്ചുകൊണ്ടുവന്നു. അതാണ് സുവിശേഷം. അതാണ് യഥാർത്ഥ സുവിശേഷം. ജീവന്റെ ജലം നൽകാമെന്ന് പറഞ്ഞപ്പോൾ ഭൗതികമായ കുടം എറിഞ്ഞുകളഞ്ഞ് വിട്ടുകളഞ്ഞ് ഞാൻ യഥാർത്ഥത്തിലുള്ള ദൈവത്തെ കണ്ടു എന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നതാണ് ഏറ്റവും വലിയ സുവിശേഷം. ആ സുവിശേഷത്തിന്റെ ദൗത്യം ഏറ്റെടുക്കാനാണ് നമ്മളെ ഇന്ന് പ്രിയപ്പെട്ട ജോളി നമ്മളെ ഇന്ന് അതിനുവേണ്ടി ആഹ്വാനം ചെയ്തു. അതുകൊണ്ട് സുവിശേഷവാഹകരായി മറ്റുള്ളവർക്ക് സുവിശേഷം നൽകുന്നവരായി നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ നമുക്കിടയാവണം. അത് വീട്ടിലും പ്രവർത്തിക്കുന്ന ഇടങ്ങളിലും ജോലി ചെയ്യുന്ന ഇടങ്ങളിലും എല്ലാം സുവിശേഷത്തിന്റെ വാഹകരായി തീരുവാനുള്ള കൃപ ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും പ്രിയപ്പെട്ട ജോളിയുടെ നല്ല വാക്കുകൾക്ക്, നല്ല സന്ദേശത്തിന് നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു. ദൈവം തമ്പുരാൻ കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട ജോളി, ജീവൻ പോയാലും കർത്താവിനെ സ്നേഹിക്കാനും ഒരു സ്വാർത്ഥ താല്പര്യവും ഇച്ഛയും ഇല്ലാതെ കർത്താവിനെ പിന്തുടർന്ന സ്ത്രീകളെ പറ്റി ആലോചിച്ചപ്പോൾ എന്തു വന്നാലും വേണ്ടില്ല, സ്വയരക്ഷയൊന്നും ആലോചിക്കാതെ കർത്താവ് രക്ഷ ലോകത്തിലേക്ക് അറിയിക്കാൻ പോയ പ്രിയപ്പെട്ട സ്ത്രീജനങ്ങളെ പറ്റി ചിന്തിച്ച് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരെ നമ്മളെ ഒന്നുകൂടെ നമ്മുടെ ചിന്ത പുതുക്കുകയാണല്ലോ ചെയ്തത്. നമുക്കും ആ ഒരു വലിയ ദൗത്യമുണ്ട്. നമ്മളെയും സഹായിക്കണമേ. പ്രത്യേകിച്ച് നോമ്പിലേക്ക് നാം പ്രവേശിക്കുന്ന ഈ സമയത്തും കർത്താവ് സ്ത്രീജനങ്ങൾക്ക് വളരെയധികം ഒട്ടും പ്രാധാന്യമില്ലാതെ അവരെ വളരെ അധമരായി കരുതിയിരുന്ന കാലത്ത് അവർക്ക് ഏറ്റവും സംരക്ഷണവും സ്നേഹവും നൽകി അവരെയും കൂടി കൂട്ടി മുൻപോട്ട് കൊണ്ടുപോയിരുന്ന ഒരു കാര്യവും നാം കാണുന്നുണ്ട്. അപ്പോൾ ഒരു ലാഭവും ഇച്ഛിക്കാതെ സ്വന്തം ജീവൻ വെടിഞ്ഞും കർത്താവിനെ പിന്തുടർന്നും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടും ലാസ്റ്റ് മൊമെന്റ് വരെയും കർത്താവിന്റെ കുരിശിനോട് ചേർന്ന് ഈർപ്പിന്റെ സമയത്തുമെല്ലാം പോയി
ഓടിപ്പോയി ഒന്നാമത് മറ്റുള്ളവരെ അറിയിക്കാനും എല്ലാം ഇടയായല്ലോ. ദൈവത്തിന്റെ കൃപ സ്വീകരിച്ച ആ ദൗത്യം നമ്മെ ഏൽപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം MMESന്റെ ദൗത്യവും അതാണല്ലോ, സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണല്ലോ. ഇത് നമ്മെ ഇടയാക്കണമേ എന്ന് നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി വെച്ച് നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് നമുക്കും ഈ സുവിശേഷം അറിയിക്കാനുള്ള കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ജോലിയെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു നടത്തിപ്പിൽ ഡിട്രോയിറ്റ് റീജിയനിലെ ഒരു വചനം പങ്കുവയ്ക്കാനായിട്ട് വെളിയിലേവോ ഇന്ന് പ്രത്യേകമായി നിയോഗിച്ചല്ലോ. വീണ്ടും പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുവാൻ ഇടയാക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പ്രാർത്ഥനയുടെ സമയമാകുന്നുവല്ലോ. എല്ലാവരും ഒരുപോലെ ഏതാണ്ട് 134 പേര് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നോമ്പിലേക്ക് പ്രാർത്ഥിക്കുന്ന, ഇപ്പോൾ ജോലി സൂചിപ്പിച്ചതുപോലെ ഉപവാസവും നോമ്പ് ഉപവാസവും ദൈവത്തിലേക്ക് പറന്നടക്കുന്നതാണ് എന്ന് പറഞ്ഞുവല്ലോ. ബലഹീനരായ നമ്മുടെ കുറവുകളെ ഏറ്റു പറഞ്ഞുകൊണ്ട് എല്ലാറ്റിനും എണ്ണിയാൽ തീരാത്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് താഴ്ത്തിപ്പിച്ചുകൊണ്ട് നമ്മെ എല്ലാ ലോകത്തിലെ എമ്പാടുമുള്ള മക്കൾക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാനും നമ്മുടെ സ്വന്തം കുടുംബത്തെയും നമ്മുടെ ഇടവകയെയും നമ്മുടെ രാജ്യത്തെയും വിട്ടുവന്ന രാജ്യത്തെയും ഭരണാധികാരികളെയും നമ്മുടെ സഭയെയും ലോകമെമ്പാടുമുള്ള മക്കൾക്ക് വേണ്ടി അഭയാചന കഴിക്കുവാൻ നമുക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ശുദ്ധാബാവ തിരുമേനി എല്ലാ സഭാ നേതാക്കന്മാരും ഒരുമിച്ച് കുരിശിന്റെ ചുവട്ടിൽ അണിനിരക്കുവാനും ദൈവമേ ഇടയാക്കണമേ. സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ വൈദിക ശ്രേഷ്ഠരെ അഭിഷിക്തരെയും നമ്മുടെ തിരുമേനിയും ഇവാനിയസ് തിരുമേനി, എല്ലാ തിരുമേനിമാര്, വൈദിക ശ്രേഷ്ഠര്, ശമ്മാശന്മാർ, സിസ്റ്റർമാര്, ദൈവവേലയ്ക്കായിട്ട് പ്രതിജ്ഞ എടുത്തവര്, ഏതെങ്കിലും ജോലി ചെയ്തിട്ടാണെങ്കിലും സുവിശേഷം അറിയിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചവര്, ആൾട്ടർ ബോയ്സ്, എല്ലാ ആത്മീയ സംഘടനയുടെ നേതാക്കളെ, പ്രത്യേകിച്ച് മർത്തോറി സമാജത്തിന്റെ ഭാരവാഹിത്വം വഹിക്കുന്നവര്, എല്ലാവരെയും നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. പ്രീസ്റ്റ്ഹുഡിലേക്ക് പ്രവേശിക്കുന്ന സോളമനെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കുടുംബത്തെ ദൈവസന്നിധി സമർപ്പിക്കാം. സിക്കായിരിക്കുന്ന എല്ലാ അഭിഷിക്തരെയും പ്രത്യേകിച്ച് വൈങ്കുവലിയച്ഛനെയും കൊച്ചമ്മയും കുടുംബത്തെയും സമർപ്പിക്കുന്നു. അന്നമ്മ ഫിലിപ്പ്, ജെസ്സി ജോർജ്, നിഷ, ബെഞ്ചമിൻ, എബ്രഹാം, സാബു, ഐഷ, മറിയാമ്മ ഫിലിപ്പ്, ഏലിയാമ്മ, അനിൽ, സ്കാർലറ്റ്, മകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഷിനി പറഞ്ഞ വലിയ കഷ്ടത്തിലായിട്ടിരിക്കുന്ന, വെന്റിലേറ്ററിലായിരിക്കുന്ന സ്കാർലറ്റ്, ദീനാമ്മ, ജോർജ്, ഇവർക്ക് സർജറി കഴിഞ്ഞ് റിക്കവർ ചെയ്യുന്നവർക്ക് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട്, സൂസമ്മ, അലക്സ്, ചിന്നമ്മ, നല്ല വേദനയിലായിരിക്കുന്ന അനേകരുണ്ട്. ഇത്രയും പേർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം ലഭിച്ചവർക്കെല്ലാം വേണ്ടി സ്തോത്രം പറഞ്ഞുകൊണ്ടും ഇതുവരെ നമ്മളവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് അയച്ചവരും എല്ലാവരുടെയും മനസ്സിലുള്ള സിക്കായിരിക്കുന്ന, പല വിധത്തിൽ ക്യാൻസറായിട്ട് ഡയാലിസിസിലിരിക്കുന്നവരെ, സർജറിയിലിരിക്കുന്നവരെ, യാതൊരു ഹോപ്പും ഇല്ലെങ്കിലും ദൈവത്തിന്റെ കർത്താവിന്റെ ആണിപ്പഴുതുള്ള കരങ്ങൾ അവരുടെ മേൽ വയ്ക്കണമേ എന്നെല്ലാം നമ്മളോട് ഓൾറെഡി ആവശ്യപ്പെട്ട എല്ലാ അപേക്ഷകളും ദൈവസന്നിധിയിൽ എത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവരെയും പ്രാർത്ഥനയ്ക്കായി സമർപ്പിക്കാം. ബർത്ത്ഡേസ് ആയിരിക്കുന്ന അനിൽ, തോമസ്, നോറ ചിറയ്ക്കൽ, ജോസായ, ഹന, ആലീസ്, പൗലോസ്, ഇത്രയും പേരുകൾ പറയുമ്പോൾ ബാക്കി എല്ലാവരുടെയും മനസ്സിലുള്ള ബർത്ത്ഡേസ് ആയിരിക്കുന്നവരെ സ്തോത്രത്തോടുകൂടി സമർപ്പിക്കുന്നു. പുതിയ വർഷം പുതിയ അനുഗ്രഹങ്ങളോടുകൂടി അവരെ കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പെരിങ്ങാനുശ്രീ ആയിരിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് സ്തോത്രത്തോടെ സമർപ്പിക്കാം. ന്യൂ ബോൺ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ എല്ലാം സമർപ്പിക്കാം. കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് ലൈറ, സാറ, സഞ്ജോ, ഹേസൽ, ഈ കുഞ്ഞുങ്ങളെ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നതോടൊപ്പം രേഷ്മ, ഏഞ്ചൽ വരെ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന ദീപ, ധന്യ, ഫ്ലോറ, ഗ്ലാഡിസ്, ഗ്രേസ്, ഹർഷ, ഇന്ദു, ഐറിസ്, ഐവി അവരെ സമർപ്പിക്കുന്നു. ജീവിത പങ്കാളികളെ ലഭിച്ച് അവരെ ദൈവേഷ്ടത്തിനായി സമർപ്പിച്ചിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ഒപ്പം ജീവിത പങ്കാളികളെ ആഗ്രഹിക്കുന്ന മിന്നു, താര, മറിയ, ജോജി, ടിന, ടിജ, നിക്കോൾ, റീനു, അതുപോലെയുള്ള എല്ലാ ജീവിത പങ്കാളികളെ ആഗ്രഹിക്കുന്നവരെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. ജനറേഷന് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന സമയമാണ്. എല്ലാ കുഞ്ഞുങ്ങളെ, ലോകമെമ്പാടുമുള്ള കുഞ്ഞുങ്ങളെ ദൈവസന്നിധി സമർപ്പിക്കുന്നു.
നിഷ്കളങ്കരായ കുഞ്ഞുങ്ങള് ഈ മദ്യത്തിന്റെ, ലഹരി മരുന്നിന്റെ, അതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെ ഒക്കെ അടിമകളായി അതിന്റെ നല്ല ആസ്പെക്റ്റിലേക്കല്ല അവരുടെ വഴിതെറ്റി പോകാനായിട്ട് ഇടവരുത്തരുത് എന്ന് സങ്കടത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വയം ശുദ്ധീകരിക്കപ്പെടുകയും നമ്മുടെ കുഞ്ഞുങ്ങൾ മുൻപേ ദൈവരാജ്യവും നീതി അന്വേഷിക്കുന്നവരായി തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടുപേരെ, നെയ്തൻ, എലിസബത്ത് 2, ഹാന, കാരലിൻ, ആൽബർട്ട്, ലോറൻസ്, ഇതുപോലെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സാം, മേഘ, നീൽ, ജോഫിൻ, ജോയലിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ജിയാൻ, മാത്യു, എവലിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഇനി നമ്മുടെ എല്ലാ മനസ്സിലുള്ള മക്കൾ, കുഞ്ഞുമക്കളെ സ്തോത്രത്തോടെ സമർപ്പിക്കാം. വോളണ്ടറി സംഘടനകളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നോമ്പിലേക്ക് പ്രവേശിക്കുന്നു നമ്മള് വസ്ത്രമില്ലാതെ, വീടില്ലാതെ, ജോലിയില്ലാതെ അലയുന്ന, പല വിധത്തിൽ ആവശ്യത്തിലിരിക്കുന്ന അവർക്ക് സഹായ വസ്ത്രങ്ങൾ നീട്ടുവാൻ ദൈവം നമ്മളെ കാണിച്ചു തരും. മറ്റുള്ള ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കാൻ, സാമ്പത്തിക സഹായം എത്തിച്ചു കൊടുക്കാൻ, മറ്റുള്ളവരെയും അവരുടെയും ആത്മാക്കളെ പ്രേരിപ്പിക്കത്തക്കവണ്ണം പ്രാർത്ഥനയോടെ ഇരിക്കാം. ആശ്രയ, കാരുണ്യ നിലയ, പ്രശാന്ത, കഴിഞ്ഞ ആവശ്യത്തെ ബഹുമാനപ്പെട്ട അച്ഛൻ പ്രവർത്തിക്കുന്ന പ്രകാശധാര, അനേകം സംഘടനകളുണ്ട്. എല്ലാ സംഘടനകളെയും നമുക്ക് പ്രാർത്ഥനയെ സമർപ്പിക്കാം. മണപ്പള്ളി ചർച്ചിന് വേണ്ടി സ്തോത്രം പറഞ്ഞുകൊണ്ട് കാൽഗറി ചർച്ച്, എഡ്മണ്ടൺ ചർച്ച്, സെന്റ് തോമസ് അറ്റ്ലാന്റ, ഹ്യൂസ്റ്റൺ സെന്റ് ഗ്രിഗോറിയോസ്, ഡെട്രോയിറ്റ് സെന്റ് ഗ്രിഗോറിയോസ്, സെയിന്റ് ബർണബാസ്, എബിഫിലിപ്പച്ചന്റെ പള്ളി, സെയിന്റ് മേരീസ് സൗത്ത് വെസ്റ്റ് ഫ്ലോറിഡ, അതുപോലെ കൺസ്ട്രക്ഷനിൽ കോൺഗ്രിഗേഷൻ ആയിട്ടിരുന്ന ചർച്ച ആഗ്രഹിച്ചുകൊണ്ട് കൺസ്ട്രക്ഷൻ ഇരിക്കുന്ന എല്ലാ പള്ളികളെയും ദൈവസന്നിധി സമർപ്പിക്കുന്ന ദൈവരാജ്യ മഹത്വത്തിനായിട്ട് ആ ചർച്ചസ് എല്ലാം ആയിത്തീരാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആരുമില്ലാത്തവര്, അനാഥരായിരിക്കുന്നവര്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് US-ന്റെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണാധികാരികൾ, കൊച്ചു കേരളത്തിന്റെ ഭരണാധികാരി, ദൈവത്തെ മുൻനിർത്തി അവരുടെ ഭരണം കൊണ്ടുപോകാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. വാങ്ങിപ്പോയ എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ആചാര്യന്മാര്, സഭാരത്നം ഗിവർഗീസ് മറസ്തത്ത് സിനിമേനയുടെ ആത്മാവ്, അലങ്കരയുടെ സൂര്യൻ വട്ടശ്ശേരി ഗിവർഗീസ് മാർദയാനുഷ സിനിമേനയുടെ ആത്മാവ്, അതുപോലെ എല്ലാ അഭിഷിക്തരുടെ ആത്മാക്കളെ സമർപ്പിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളെ സമർപ്പിക്കുന്നു. മാമച്ചൻ, അപ്പച്ചൻ, TK കോര, KG മാത്യു, സൂസൻ ജോസഫ്, കിരൺ രാജ്, റോഹൻ, റോസമ്മ വർഗീസ്, തോമസ് T. തോമസ്, സാറാമസ് കറിയ, ഈശോരന്, അതുപോലെ എല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. ഇപ്പോഴും ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടിട്ട് ഓരോ ദിവസം എണ്ണി നടക്കുന്ന പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാ വിഷമത്തിലിരിക്കുന്നവരും വിട്ടുപോയതുമായ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രിയപ്പെട്ട മറിയാമ്മ മാത്യു ആണ് പ്രാർത്ഥിക്കുന്നത്. മറിയാമ്മ മാത്യുവിനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടെയും വാങ്ങിപ്പോയ റോസമ്മ വർഗീസിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മറിയാമ്മ മാത്യു പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മറിയാമ്മ മാത്യു, അൺമ്യൂട്ട് ചെയ്യണം. മറിയാമ്മ മാത്യു അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിക്കണേ. ഞാനാണോ മാമി? അല്ല, വേറെ. മറിയാമ്മ മാത്യു സെന്റ് തോമസ് ചർച്ചിലെ മറിയാമ്മ മാത്യു ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മറിയാമ്മ മാത്യു, അതെ. കേൾക്കാമോ? കേൾക്കാം. പ്രാർത്ഥിക്കാം. കാരുണ്യവാനും മനസ്സലിവുള്ളവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് ദിവസം കർത്താവേ, ഈ പകൽക്കാലം ഞങ്ങളെ കൽപ്പിച്ച വചനത്തിനായി ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ആ വചനം കേട്ട വചനത്തിനായി നന്ദി. ദൈവമേ, ആ വചനം ഞങ്ങളുടെ പ്രവർത്തികമാക്കി കൊണ്ടുവരുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ അത് 100-60 മേനിയായി വളരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയം നിന്റെ സന്നിധിയിൽ തലകൾ വണങ്ങിയിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ വചനം കേൾപ്പാനും നിന്നെ ധ്യാനിപ്പാനും പാടുവാനും സ്തുതിപ്പാനുമായി അടിയങ്ങൾക്ക് ഓരോ ദിവസവും അവിടുന്ന് നൽകിത്തരുന്ന അവസരത്തിനായി ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അടിയങ്ങൾ പാപികളാണ്, ദോഷികളാണ്.
തെറ്റുകാരും കുറ്റക്കാരുമാണ്. കുറവുകള് കുറ്റങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ട്. പക്ഷേ ഒന്നും കണക്കിടില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്ന, അവിടുത്തെ കൃപയിൽ ആശ്രയിക്കുന്ന മക്കളെ അവിടുന്ന് ഒരിക്കലും കൈവിടരുത്. നിന്റെ സന്നിധിയിൽ ഇരുന്ന് ഓരോ ദിവസവും നിന്റെ വചനം കേൾപ്പാനും നിന്നെ ധ്യാനിപ്പാനും പാടുവാനും സ്തുതിപ്പാനും അടിങ്ങൾക്ക് തരുന്ന ഓരോ അവസരത്തെയും നന്ദിയോടെ സ്തോത്രം ചെയ്ത് ജീവിപ്പാൻ അടിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടെ ആക്കണമേ കർത്താവേ. ദൈവമേ, ഈ സമയത്ത് നിന്റെ സന്നിധി തലകൾ വണങ്ങിയിരിക്കുന്ന ഓരോ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആപത്തനർത്ഥ രോഗങ്ങൾ ദണ്ണങ്ങൾക്കൊക്കെയും മാറ്റി നിർത്തണമേ കർത്താവേ. പലരും പലവിധമായ ആവശ്യങ്ങൾ ഭാരപ്പെടുന്നവരാണ്, പ്രയാസപ്പെടുന്നവരാണ് കർത്താവേ. എങ്കിലും അവിടുന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ ചോദിക്കാതെ തന്നെ അറിയുന്ന ദൈവമാകുന്നു. അവിടുന്ന് അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവേ. നിന്റെ കൃപ, നിന്റെ കരുണ മാത്രം മതി ഓരോ ദിവസവും ഞങ്ങൾക്ക് ജീവിപ്പാൻ കർത്താവേ. അവിടുന്ന് കരുണയോടെ ഞങ്ങളെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പാപികളും ദോഷികളും മാന്യടികളോട് കരുണ തോന്നണമേ. ഞങ്ങളെ സമയം പ്രാർത്ഥിപ്പാനും കടം വിട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഓരോ വ്യക്തികളെയും ഇവിടെ പേരുകൾ പറഞ്ഞ് ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ വചനം അയച്ചവർക്ക് സൗഖ്യം കൊടുക്കണമേ നാഥാ. നീ തൊട്ടവരും നിന്നെ തൊട്ടവരും ആരും സൗഖ്യം പ്രാപിക്കാതെ പോയിട്ടില്ലപ്പാ. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ, നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളെ കൈവിടാത്തവനും ഉപേക്ഷിക്കാത്തവനുമാകുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നേ കുറിച്ച് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയെന്ന സംഗീതനക്കാരൻ പറയുന്നത് പോലെ നിന്നിൽ ആശ്രയിച്ച് ഉറച്ചു നിൽപ്പാൻ ഉറച്ച വിശ്വാസത്തോടെ ഏത് സമയത്ത് എൻ്റെ കർത്താവ് എന്ന് വിളിച്ചാലും ഒരുക്കത്തോടെ കാണപ്പെടുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് മാത്രമേ ഉള്ളൂ സഹായിപ്പാൻ. ദൈവമേ, എൻ്റെ കർത്താവേ, കരുണ ചൊരിയണമേ, കൃപ ചൊരിയണമേ നാഥാ. ഓരോ ദിവസം അവിടുന്ന് നടത്തുന്ന മാത്രമേ ഉള്ളൂ കർത്താവേ. ആ കരുണയിൽ കൃപയിൽ ആശ്രയിച്ച് നന്ദിയോടെ ജീവിപ്പാനടി ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയം രോഗികളെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് രോഗം നീക്കുന്ന രോഗികൾക്ക് വൈദ്യനുമാകുന്നു. അവിടുന്ന് സാക്ഷാൽ ഉത്തമ വൈദ്യനാകുന്നു. ആത്മശരീര മനസ്സുകളുടെ എല്ലാ രോഗങ്ങളും നിഷ്പ്രയാസം മാറ്റുവാൻ കഴിവുള്ള ഞങ്ങളുടെ കർത്താവേ, ബലഹീനതയിൽ സ്ഥിതി ചെയ്യുന്ന രോഗത്തിൽ വീണിരിക്കുന്നവരുമായ എല്ലാവരെയും നിന്റെ കരുണയിൽ ആശ്രയം പ്രാപിക്കുന്നു. അഭയം തേടുന്നു ഓരോ വ്യക്തികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ കരങ്ങൾ തൊട്ട്, നിന്റെ അദൃശ്യ കരങ്ങൾ തൊട്ട് സൗഖ്യം കൊടുക്കണേ. നിന്റെ വചനം അയച്ച് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ നാഥാ, ഇന്ന് പകൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. പക്ഷേ ഓരോ ദിവസവും അവിടെ നടത്തുന്നു. കരുണ ചൊരിയണമേ, കൃപ ചൊരിയണമേ അപ്പാ. എൻ്റെ ദൈവമേ, ഞങ്ങൾ വലിയ നോയമ്പിലേക്ക് അടുക്കുന്ന കർത്താവെ, ആത്മാർത്ഥമായി നിന്റെ നോയമ്പ് നോക്കുവാനും നിന്നെ വിളിച്ചപേക്ഷിപ്പാനും കർത്താവെ, ആ ക്രൂശിനെ ലക്ഷ്യമാക്കി ഞങ്ങളുടെ ഓട്ടം വിടുവാനും ആ ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് അഭയം പ്രാപിപ്പാനും വേണ്ടി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ വൈദികന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ തിരുമേനിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ചമ്മാച്ചന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൂടുതൽ നിന്റെ വചനം പ്രഘോഷിപ്പാനും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുവാനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ നീ അവർക്ക് പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ സുവിശേഷ വേലകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ വേലകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ അപ്പാ. ഇന്ന് പകൽക്കാലം അടികളോട് എല്ലാവരോടും കൂടെ ഇരിക്കണമേ. ആ എല്ലാ കൃപകളെ കൊണ്ട് നിറയ്ക്കണേ അപ്പച്ചാ. രോഗികളെ അവിടുന്ന് സുഖപ്പെടുത്തണമേ കർത്താവേ. നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളെ നീ കൈവിടാത്തതിന് ഉപേക്ഷിക്കാത്തതിന് ആ ഡോമോ പേരൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യം ഉണ്ടെന്ന് അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ കർത്താവേ. അവിടെ നിന്ന് ഞങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളതുകൊണ്ട് സ്തോത്രം. എത്ര തുതിച്ചാലും മതിയാവില്ല കർത്താവേ. രാവിലെ നേരെ നിന്നെ സ്തുതിപ്പാൻ ഓരോ ദിവസം അവിടെ നടത്തുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തുതിച്ച് ജീവിപ്പാനിടയാക്കണമേ കർത്താവേ. പാടുവാനും സ്തുതിപ്പാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ ദിവസം അവിടെ നീ എല്ലാ ഉപകാരങ്ങൾക്കും നന്ദിയുള്ളവരായി സ്തുതിയും സ്തോത്രവും സമർപ്പിച്ച് ജീവിപ്പാനിടയാക്കണം. ഞങ്ങൾ ആരും നന്ദി കെട്ടവരായി തീരുവാനിടയാകല്ലേ കർത്താവേ. ധൈര്യപ്പെടുകയല്ല, നാളെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ കർത്താവേ. ആ വചനത്തിൽ ഞങ്ങൾ ആശ്രയിച്ച് എൻ്റെ കർത്താവ് മുമ്പും പിമ്പും കാവലായപ്പോഴും അടികളോട് എല്ലാവരോടും കൂടെയുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടം വിട്ടിരിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആപത്തിൽ അനർത്ഥങ്ങൾ രോഗങ്ങൾ ദണ്ണങ്ങളൊക്കെ എല്ലാവരെയും മാറ്റി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അവിടുന്ന് പ്രാർത്ഥനകൾക്കും ദൈവമോ നിങ്ങൾ പരിപൂർണമായി വിശ്വസിച്ച് ഓരോ ദിവസവും മുമ്പോട്ട് ജീവിപ്പാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യഹോവയിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് കൈവിടുകയിൽ ഞങ്ങൾ പരിപൂർണമായി വിശ്വസിച്ച് ഓരോ ദിവസവും മുമ്പോട്ട് പോകാനിടയാക്കണമേ കർത്താവേ.
നാദാ ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെ അവരുടെ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അപ്പാ വചനം കൂടുതൽ കൂടുതൽ ശ്രവിപ്പാനുള്ള കൃപയും കരുണയാടിങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാ രോഗികളെ വീണ്ടും നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്ന് വിട്ടുപോയിരിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥനകളുടെ ആത്മാക്കൾക്ക് അവിടുന്ന് ശാന്തി നൽകണമേ കർത്താവേ. അനേകർ ഈ ലോകത്തിൽ നിന്ന് ഓരോ ദിവസം കടന്നു പോകുന്നു കർത്താവേ. എങ്കിലും ഇടകളാദ്യങ്ങളെ അവിടുന്ന് ഓരോ ദിവസം നടത്തുന്ന കൃപയ്ക്കായി എത്ര സൂക്ഷിച്ചാലും മതിയാകില്ലപ്പാ. ഇടങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ. അവിടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നും അറിയുന്ന ദൈവമാണെന്നും ഇത്രത്തോളം നടത്തിയവൻ ഇനി നടത്തുന്നില്ല. പൂർണ്ണ വിശ്വാസത്തോടെ ഓരോ നിമിഷവും ചെയ്യിപ്പാനും പ്രവർത്തിപ്പാനും ഇടങ്ങൾക്കിടയാക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണേ. ആരെയും വീണ് കടക്കാനിടയാക്കല്ലേ കർത്താവേ. അനേകായിരങ്ങളുണ്ട് കഷ്ടപ്പെടുന്നവർ, ഭാരപ്പെടുന്നവർ, പ്രയാസപ്പെടുന്നവർ, വേദന അനുഭവിക്കുന്നവരുണ്ട് കർത്താവ്. നിന്റെ അദൃശ്യഫലങ്ങൾ അവരെയൊക്കെ തൊടണമേ. തൊട്ട് സൗഖ്യം കൊടുക്കും. നീ തൊട്ടവരും നിന്നെ തൊട്ടവരും ആരും സൗഖ്യം പ്രാപിക്കാതെ പോയിട്ടില്ലല്ലോ പറ്റാ. നിന്റെ വചനം അയച്ച് സുഖപ്പെടുത്തണമേ, സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം പ്രാപിച്ചവർക്കായി നന്ദി കരയേറ്റുന്നു കർത്താവേ. എത്ര സൂക്ഷിച്ചാലും നിങ്ങൾക്ക് മതിയാകില്ല. ലാഭത്തിലും രോഗത്തിലും എല്ലാം അവിടുന്ന് സൗഖ്യം നൽകുന്ന ദൈവമാ നിങ്ങൾ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് ഓരോ ദിവസവും നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഈ പാലടികൾക്കിടയാക്കണേ. നിന്നെ മറന്നു പോവാനടികൾക്കിടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയടികളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോടെ സ്തോത്രം. ചോദിച്ചതിലും അധികമായി ഞങ്ങളെ കൃപ കൊണ്ടടികളെ നിറച്ചു കൊള്ളണം. യേശുവിന്റെ നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസം നമ്മെല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും ദൂരെയും ചാരയുമായിരിക്കുന്നവരുടെ മേലും വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും സഭയിന്മേലും നാടിന്മേലും ഇടവകകളിന്മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ത്രിയേക ദൈവത്തിന് സ്തുതി. എത്രയും ബഹുമാനപ്പെട്ട എബി അച്ഛൻ, വന്യവൈദിക ശ്രേഷ്ഠർ, ജനറൽ സെക്രട്ടറീസ് ഷീനി, ട്രഷറർ ഷീന, എലിസബത്ത് ആൻറ്റി, എല്ലാ സഹോദരങ്ങൾക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഈ ഫ്രൈഡേ പ്രയറിന് നേതൃത്വം കൊടുക്കുന്ന എബി അച്ഛന്, ഷീനായിക്ക് ഉള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മ വളരെ കൃത്യമായി കോർഡിനേറ്റ് ചെയ്യുന്ന എലിസബത്ത് ആൻറ്റിയെ നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് നമുക്ക് വചനം മെസ്സേജ് തന്ന ജോളി ജോസ് gave a wonderful message depicting Magdalena Mariam in front of us. മഗ്ദലന മറിയത്തെ പോലെ സുവിശേഷം അറിയിക്കുവാൻ നമുക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അത് ജോളിയോടുള്ള നന്ദി DSW MMVSന്റെ പേരിൽ അർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് പാട്ട് പാടിയ ബിൻസി, ഗ്രേസി, ബൈബിൾ വായിച്ച റീമ, സാറാമ്മ യോഹന്നാൻ, നിറ്റി എന്നിവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് പ്രാർത്ഥിച്ച് നമ്മളെ അനുഗ്രഹിച്ച മറിയാമ്മ മാത്യുവിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിച്ച എല്ലാ കൊച്ചമ്മമാർക്കും, റീജിയണൽ യൂണിറ്റ് ഭാരവാഹികൾ, എല്ലാ മെമ്പേഴ്സിനും എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും DSW MMVSന്റെ പേരിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു അച്ഛമ്മ. താങ്ക് യു ആൻറ്റി.